കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അധികാരം നിലനിർത്താൻ CPM നടത്തുന്ന ഏറ്റവും പുതിയ പരീക്ഷണങ്ങൾ പുറത്തുവരുമ്പോൾ അത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വീണ്ടും കൈകോർക്കുന്നു എന്ന വാർത്തകൾക്ക് പിന്നിൽ CPM എന്ന രാഷ്ട്രീയ കക്ഷിയുടെ വ്യക്തമായ തിരക്കഥയുണ്ട്. ഒരു കാലത്ത് ശബരിമല വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചവർ എന്ന അതേ സർക്കാരിന് വേണ്ടി ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ ശ്രമിക്കുന്നത് കേവലം ഒരു സമുദായ സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകൾ കൊണ്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നടത്തുന്ന ഈ കടന്ന ആക്രമണങ്ങൾ ഈ തിരക്കഥയുടെ ആദ്യ ഭാഗം. സതീശൻ ഈഴവിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കാം എന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ മൈക്രോ ഫിനാൻസ് കേസിലും മറ്റ് കുരുങ്ങിക്കിടക്കുന്ന വെള്ളാപ്പള്ളിക്ക് സർക്കാരിന്റെ സഹായം അത്യാവശ്യമാണെന്ന സത്യം അണികൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു സമുദായത്തെ മുഴുവൻ പിണറായി വിജയന്റെ കാൽക്കൽ പണയം വെക്കുന്നത് ഇത് അത്യന്തം നാണക്കേടുണ്ടാക്കുകയാണ്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച ആചാരങ്ങൾ തകർക്കാൻ ആവേശം കാണിച്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇപ്പോൾ സ്തുതിപാടുന്നത് വിശ്വാസികളോടുള്ള വെല്ലുവിളി തന്നെ. NSS ഇതിലേക്ക് വരുന്നത് മറ്റൊരു രീതിയിലേക്കാണ്. സുകുമാരൻ നായരും സർക്കാരും തമ്മിലുള്ള അകൽച്ച കുറയ്ക്കാൻ ഇടനിലക്കാരൻ വഴി CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂരിപക്ഷ വോട്ടുകൾ വിഭജിച്ചു പോകാതെ CPMലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രം അധികാരം നിലനിർത്താമെന്ന പിണറായി വിജയന്റെ ബുദ്ധിക്ക് സമുദായ നേതാക്കൾ കരുക്കളായി മാറുകയാണ്. യഥാർത്ഥത്തിൽ UDFന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ഈ അയ്യപ്പ സംഗമ മാതൃകയിലുള്ള നീക്കം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അന്ന് തെരുവിലിറങ്ങിയ സാധാരണക്കാരായ NSS SNDP പ്രവർത്തകർക്ക് പിണറായി സർക്കാരിന്റെ പോലീസ് തങ്ങളെ വേട്ടയാടിയത് അത്ര വേഗം മറക്കാൻ കഴിയില്ല. CPMന്റെ ഇരട്ടത്താപ്പ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. ഒരു വശത്ത് നവോത്ഥാനത്തെക്കുറിച്ചും ശാസ്ത്രബോധത്തെക്കുറിച്ചും സംസാരിക്കുകയും മറുഭാഗത്ത് സമുദായ സംഘടനകളെ ഉപയോഗിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയും സേഫാക്കുകയും ചെയ്യുന്ന ഈ രീതി രാഷ്ട്രീയ പാപ്പരത്വം തന്നെയാണ്. VD സതീശൻ ഉയർത്തുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്നും സർക്കാരിന്റെ ഭരണപരാജയങ്ങളിൽ നിന്നും ജനശ്രദ്ധ മാറ്റാൻ ഇത്തരം സമുദായ വിവാദങ്ങൾ അവർക്ക് അത്യാവശ്യമാണ്. സ്വർണ്ണക്കടത്തും കരിമണൽ ഖനനവും അടക്കമുള്ള അഴിമതികൾ ചർച്ചയാകാതിരിക്കാൻ സമുദായ നേതാക്കളെ മുൻനിർത്തി പുകമറ സൃഷ്ടിക്കുകയാണ് സർക്കാർ. ഈ സഖ്യം രൂപപ്പെടുന്നതോടെ BJPയുടെ വോട്ടുകൾ CPMലേക്ക് മാറാനുള്ള പഴുതുകളും അവർ കണ്ടെത്തുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് ഇതിനെ നേരിടേണ്ടത് സമുദായ നേതാക്കന്മാരുടെ വാക്കുകളല്ല, മറിച്ച് സാധാരണക്കാരായ അണികളുടെ വികാരത്തിനാണ് മുൻഗണന നൽകിക്കൊണ്ടാവണം. സമുദായ സംഘടനക്കുള്ളിലെ ജനാധിപത്യ വിശ്വാസികളെ കോൺഗ്രസ് ചേർത്ത് പിടിക്കണം. നേതാക്കളുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് അണികൾ ബലിയാടാകരുത് എന്ന സന്ദേശം ശക്തമായി തന്നെ നൽകണം. ശരിദൂരത്തിൽ നിന്ന് പിന്മാറി പിണറായി വിജയന്റെ അരിദൂരത്തിലേക്ക് സമുദായ നേതാക്കൾ കടന്നു കയറുമ്പോൾ സാധാരണ വിശ്വാസി ഇപ്പോഴും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. K. കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഉയർത്തിപ്പിടിച്ച മതേതര പാരമ്പര്യം അതുകൊണ്ട് തന്നെ എല്ലാ സമുദായങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾക്കും വിശ്വാസ സംരക്ഷണത്തിനുമായി കോൺഗ്രസ് നിലകൊള്ളും. വർഗീയ ധ്രുവീകരണത്തിലൂടെ കേരളത്തെ വിഭജിച്ച് ഭരിക്കാവുന്ന CPM തന്ത്രം ഇവിടെ പരാജയപ്പെടും. കാരണം ഈ സഖ്യം യഥാർത്ഥത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യമല്ല, മറിച്ച് അഴിമതിക്കാരായ നേതാക്കൾ തമ്മിലുള്ള രാഷ്ട്രീയ കച്ചവടമാണ്. ഈ കച്ചവടം തുറന്നു കാണിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിയണം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വ്യാജ സഖ്യത്തിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകും. അധികാരത്തിനു വേണ്ടി ആരെയും ചതിക്കുന്ന CPMഉം സ്വന്തം നേട്ടത്തിനു വേണ്ടി അണികളെ വിൽക്കുന്ന സമുദായ നേതാക്കളും വരും ദിവസങ്ങളിൽ ഒറ്റപ്പെടുക തന്നെ ചെയ്യും.